ശബരിമലയിലെ തീർത്ഥസ്നാനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് അയ്യപ്പ സന്നിധിക്കരികിലെ ഭസ്മക്കുളം. സർവ്വപാപനാശിനിയായ ഭസ്മക്കുളത്തിൽ സ്നാനം ചെയ്താണ് നിരവധി ഭക്തർ അയ്യപ്പ ദർശനം നടത്തുന്നത്. ഈ മണ്ഡലകാലത്ത് ഭസ്മക്കുളം സജീവമാണ്. കറുപ്പുടുത്ത് കന്നിയയ്യപ്പന്മാരും കുഞ്ഞുമാളികപ്പുറങ്ങളും ഗുരുസ്വാമിമാരുമൊക്കെ ഭസ്മക്കുളത്തിൽ സ്നാനം ചെയ്യുന്നുണ്ട്. കുളിക്കാറുണ്ട്. ആ മാളികപ്പുറത്ത് തേങ്ങ ഉരുട്ടി വന്ന് ഇവിടുന്ന് കുളിച്ചിട്ട് നമ്മൾ പിന്നെ ഒരു അയ്യപ്പനെ പോയി തൊഴുവും. കന്നിസ്വാമിയാണ്. നല്ല രസമുണ്ടായിരുന്നു. നീന്തുമ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. വെള്ളം ഞാൻ നീന്തല് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പഠിച്ചാണ്, മലപ്പുറം. भस्मकुला बहुत अच्छा है. इसके बारे में बहुत मेरे को मालूम नहीं है. बहुत लोग बोलते हैं इधर स्नान किया तो कुछ ना कुछ पाप किया तो वो जल जाता है. സ്നാനത്തിന് ശേഷം ശബരീശ സന്നിധിയിലെത്തിയുള്ള ദിവ്യ ദർശനം. തപസ്വിനിയായ ശബരി യാഗാഗ്നിയിൽ ദഹിച്ച സ്ഥാനത്ത് ആ സ്മരണയ്ക്കെന്ന സങ്കല്പമാണ് ഭസ്മവാഹിനിയായ ഈ കുളത്തിനുള്ളത്. ഈ തീർത്ഥത്തിലെ സ്നാനം പാപനാശ കാരണമാകുമെന്നാണ് ഐതിഹ്യം. കുളം ഉറവ് പറ്റാത്തതാണ്. 1952 ക്ഷേത്ര പുനർനിർമ്മാണത്തിന് ശേഷമാണ് ഭസ്മക്കുളം കെട്ടിവെടിപ്പാക്കിയത്. ഇപ്പോൾ ജലം മലിനമാകുമ്പോൾ അത് പമ്പ് ചെയ്ത് പുറത്തു കളഞ്ഞ ശേഷം ശുദ്ധജലം നിറയ്ക്കാറുണ്ട്. ഭസ്മക്കുളത്തിൽ കുളിച്ച് ഈറനോടെയാണ് അയ്യപ്പന്മാർ തിരുമുറ്റത്ത് ശയനപ്രദക്ഷിണം നടത്തിയിരുന്നത്. ജനം സന്നിധാനം.